പിന്നെ നമ്മുടെ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി പിണറായിയുമായിട്ട് വളരെ അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാ. അദ്ദേഹത്തിന് ഒരു അനുഭാവം CPM-നോടാ. കൈരളി ചാനലിന്റെ ചെയർമാനൊക്കെയാ. അങ്ങനെ ചില ബന്ധങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് ചില പരിപാടികൾ അദ്ദേഹത്തിനെ വിളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട ചടങ്ങിന് മമ്മൂട്ടിയെ കൂടെ ക്ഷണിച്ചിരിക്കുക. പിന്നെ മോഹൻലാല് ഇതുപോലെ സർക്കാരിന്റെ പരിപാടിക്ക് ക്ഷണിച്ചാൽ വരുമോ എന്ന് സംശയമുള്ളത് കൊണ്ടായിരിക്കണം സർക്കാർ എന്തുവാ ചെയ്തത്. അദ്ദേഹം വരാതെ നടക്കില്ല എന്നുള്ള ഒരു പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അതായത് മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന ചടങ്ങ് അത് സർക്കാരങ്ങ് സംഘടിപ്പിച്ചു. അങ്ങനത്തെ പതിവുകളൊന്നുമില്ല. ഇവിടെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഇങ്ങനെയൊക്കെ പല പല ബഹുമതികൾ കിട്ടിയവരുണ്ട്, ഫാൽക്കെ അവാർഡ് കിട്ടിയവരുണ്ട്. അവർക്കൊന്നും അങ്ങനെ സ്വീകരണം കൊടുത്ത ചരിത്രവും കഥയൊന്നുമില്ല. പക്ഷേ തെറ്റൊന്നുമില്ല കേട്ടോ. നമ്മുടെ മോഹൻലാലിനെ വലിയൊരു ജനവിഭാഗം ആരാധിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്ത തെറ്റൊന്നുമില്ല. സ്വീകരണം കൊടുത്തു, വന്നു. അപ്പൊ പിന്നെ ഇതിന് വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയാണല്ലോ. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ മലയാളികൾ, കേരളീയർ എന്ന നിലയിൽ അവർക്കും അഭിമാനം തോന്നാവുന്ന ഒരു കാര്യമാണ്.